ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചു ദ പ്രോട്ടക്കി. നമ്മളിപ്പം ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ തന്നെ നമ്മളെ ബോൾ വേണമല്ലോ, ബോളും ബാറ്റും ഒക്കെ വേണമല്ലോ. നമ്മളെ കയ്യിലിപ്പം ബോൾ മേടിക്കാൻ പൈസ ഇല്ലെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ ഒരു ബോൾ ഉണ്ടാക്കാൻ പോവാണ്. വെറും 20 രൂപയ്ക്ക് നമ്മളൊരു ബോൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം 3-4 ഷീറ്റ് പേപ്പർ വേണം. നമുക്ക് ബോൾ ചുരുട്ടാൻ വേണ്ടി 3-4 ഷീറ്റ് പേപ്പർ വേണം. നമുക്ക് ഈ ഒട്ടിക്കാൻ കിട്ടുന്ന 5 രൂപയുടെ പശ ഉണ്ട് കണ്ടോ, 5 രൂപയുടെ പശ. പിന്നെ നമ്മൾ കടയിലൊക്കെ ചോദിച്ച് 15 രൂപയ്ക്ക് റബ്ബർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഗൈസ്, നമ്മൾ ആദ്യം തന്നെ പേപ്പർ എടുത്തേക്കുവാണ്. പേപ്പർ നമ്മളിങ്ങനെ നമ്മൾ ചുരുട്ടിയൊക്കെ എറിയത്തില്ല, അതേ കണക്ക് നമ്മളൊന്ന് ചുരുട്ടിയെടുക്കാം. നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നവരൊന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് വേറൊരു പേപ്പർ അതിന് മുമ്പേ മാറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് ഏകദേശം കിട്ടുന്നതായിരിക്കും. കണ്ടോ, ഇത് കണക്ക് റൗണ്ട് ഷേപ്പ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പകുതിയോളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇച്ചിരിയും കൂടെ വലിപ്പം വേണമെങ്കിൽ ഒരു പേപ്പർ ഷീറ്റും കൂടെ കവർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ബാക്കി റബ്ബറും കൂടെ ഇട്ടാൽ വലിയ വലിപ്പം കിട്ടും. നിങ്ങൾക്ക് അതിനെക്കാട്ടി വലിപ്പം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഷീറ്റ് റബ്ബർ കവർ ചെയ്തിട്ട് ഇട്ടാൽ നല്ല വലിപ്പം കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ റബ്ബർ ഫുള്ള് ഇട്ടതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുള്ള് റബ്ബർ ഇട്ടിരിക്കുന്നു ഗൈസ്. കണ്ടോ ഗൈസ്, അടിപൊളിയായിരിക്കുന്നു. ഇനിയാണ് നമ്മളെ കേന്ദ്ര കഥാപാത്രം വരുന്ന പശ. ഈ പശ നമ്മളിത് ഫുള്ള് ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയും ചെയ്തിട്ട് ഈ പശ ഒട്ടിച്ചില്ലേ ഒരു കാര്യമില്ല ഗൈസ്. ഈ പശ അടിക്കാൻ നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും മറക്കരുത്. ഇനി നമുക്ക് പശ ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പശ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ ഗ്ലൂ നമ്മൾ കൈ വെച്ചാൽ അത് ഫുള്ള് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. നമ്മളങ്ങനെ ഫുള്ള് തേച്ച് പിടിപ്പിക്കാം. അപ്പം ഗൈസ്, നമ്മൾ ഫുള്ള് റൗണ്ടിന് പശ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മൾ വെയിലത്ത് വെക്കേണ്ടതാണ്. നമുക്കെങ്കിൽ പോയി വെയിലത്ത് വെക്കാം. നമ്മൾ ഇവിടെ വീട്ടിൻ്റെ മേളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ താഴോട്ട് വെക്കാം. അവിടെ കിടന്ന് 2-3 മണിക്കൂർ കിടന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം ഗൈസ്. അപ്പം 3-4 മണിക്കൂറായി നമ്മളെ ബോള് മേളിൽ വെച്ചിട്ട്. നമുക്ക് എന്തോ ആയിരിക്കും, അടിപൊളിയോ ആയിട്ട് ഒട്ടിയോ എന്നൊക്കെ നമുക്ക് മേളിൽ പോയി നോക്കാം ഗായ്സ്. നമ്മൾ മേളിൽ വന്ന് നോക്കിയപ്പം നമ്മളെ ബോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് നല്ല ഉണങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കും, ഇതെന്താ റബ്ബർ ഇട്ടുകൊണ്ട് കിടക്കാൻ വട്ടാണോ? നമ്മൾ ഇതിൻ്റെ ബാക്കി വന്ന റബ്ബറാണ്. വേണമെങ്കിൽ ഇത് വെച്ച് ഒരു ഇതേണകത്തെ ബോളും കൂടെ ഉണ്ടാക്കാം. നമുക്ക് ഇനി നമ്മൾ ബോൾ ഉണ്ടാക്കില്ല, നമുക്ക് ബൗൺസിങ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ബൗൺസിങ് ചെയ്യാൻ പോവാണ്. കണ്ടോ ഗൈസ്, നല്ല ബൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കളിക്കാൻ പോട്ടെ. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ബോൾ വേണമെങ്കിൽ ഇത് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനൊന്നാ കളിക്കാൻ പോട്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ കളിച്ചിട്ട് വരാം.